പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഈ പ്രഭാതത്തിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ ശുശ്രൂഷയിലൂടെ കഴിയുന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതി അയച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കമൻറ്റിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതിയാൽ ഞങ്ങളത് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിൻ്റെ ഗൗരവത്തിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഒരു കമൻറ്റായി ഇവിടെ കളഞ്ഞയല്ല, എഴുതിയെടുത്ത് പ്രാർത്ഥിക്കും. അതിന് 100% ദൈവസന്നിധിയിൽ ആ കാര്യത്തിൽ ഞങ്ങൾ വാക്ക് പാലിക്കും. നമ്മൾ താമസിക്കാതെ ഒരു പ്രെയർ സെഷൻ അടുത്ത ദിവസങ്ങളിലുണ്ടാകും. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പതിവിന് വിരോധമായി ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് പോവുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളാണ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം. മുമ്പുള്ളവയെക്കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ, ഈ ദിവസം നിങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്. പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. പിശാചിന് എപ്പോഴും നമ്മുടെ വേണ്ടത് ഇന്നലകളിലെ പരാജയങ്ങൾ വെച്ചിട്ട് ആണ് അവൻ ഇന്നത്തെ നമ്മുടെ ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യത്തെയും നാളുകളിൽ നമ്മുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രതീക്ഷയും നശിപ്പിച്ച് കളയുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. പിശാച് എപ്പോഴും ഇന്നലകളിലെ നമ്മുടെ ജീവിതത്തിലെ പാസ്റ്റിലെ പരാജയങ്ങൾ എടുത്തിട്ടാണ് ഇന്നത്തെ ദൈവത്തിൻ്റെ സന്നിധിക്ക് മുമ്പിൽ നാം നിൽക്കുന്ന പ്രാഗൽഭ്യത്തെയും നാളുകളിൽ വെളിപ്പെടാൻ പോകുന്ന നമ്മുടെ ശുശ്രൂഷയുടെ ഭാവിയുടെ കരിയറിൻ്റെ ഭാവിയും തകർക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞതാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് പറയുന്ന മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ദയവായിട്ട് അവിടെ ആ സ്ഥലങ്ങളിരുന്ന് ഒന്ന് വാ തുറന്ന് ശബ്ദത്തിൽ പറഞ്ഞാട്ട്, മുമ്പുള്ളവയെ നീ ഇനി നിങ്ങളുടെ പേര് ചേർത്ത് പറ, ഞാൻ ഓർക്കുന്നില്ല, പണ്ടുള്ളവയെ ഒന്നും നിരൂപിക്കുന്നില്ല. ഇന്നലകളിൽ ദൈവം എന്ത് ആണെന്ന് അറിഞ്ഞിട്ടല്ല എന്നെ വിളിച്ചത്. എൻ്റെ ദൈവം എന്നെ വിളിച്ചത് നാളുകളിൽ ഞാൻ എന്താകുമെന്ന് അറിഞ്ഞിട്ടാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്നലകളിൽ ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടല്ല കർത്താവ് എന്നെ വിളിച്ചത്, നാളുകളിൽ എന്നെ എന്താക്കാമെന്നറിഞ്ഞാണ് വിളിച്ചത്. ലോകത്തുള്ള ഒരു ജോലിക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇന്നലകളിലെ എക്സ്പീരിയൻസുകൾക്കും ഇന്നലകളുടെ കഥയ്ക്കാണ് അവിടെ വാല്യൂ കൂടുതൽ. ഇന്നലകളിൽ നീ എത്രത്തോളം സക്സസ് ആയി എന്നതാണ് നാളുകളിൽ നിനക്ക് നിൽക്കാൻ പറ്റുന്നത്. പക്ഷെ കർത്താവിൻ്റെ സംവിധാനത്തിൽ നേരെ തിരിച്ചാണ്. ഇന്നലകളിലെ നിൻ്റെ പരാജയം, ഇന്നലകളിലെ കഥ അവന് കേൾക്കണ്ട. അവന് കേൾക്കാനുള്ളത് നാളുകളിൽ നീ എന്താണെന്ന് അറിഞ്ഞിട്ട് വിളിക്കുന്നവനാണ് എൻ്റെ ദൈവം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാമത്തെ വചനം പറയുന്നത്, ശീമോൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോഴേ, അവനെ കൊണ്ടുവന്നപ്പോഴേ കർത്താവ് പറയണം, നീ ഇപ്പോൾ ശീമോനാണ്, പക്ഷേ നീ കേഫ ആകും, നീ ഒരു ഉറച്ച പാറക്കല്ല് ആകും, ഉറപ്പുള്ള ഒരു കല്ലായിട്ട് നീ മാറും. ശീമോൻ ആടി ഉലയുന്നവനെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ നീ ആടി ഉലയുന്നവനാണ്, ഇന്നലകളിൽ നീ ആടി ഉലയുന്നവനാണ്. നീ പക്ഷേ ഒരു ഉറച്ച പാറക്കല്ല് പോലെ, ഉറച്ച കല്ലുപോലെ നീ ആകും. എന്ന് വെച്ചാൽ ഇന്നലകളിലെ ആടി ഉലയുന്നത് കണ്ടിട്ടല്ല ദൈവം വിളിച്ചത്, നാളുകളിൽ നീ എന്താകും എന്നറിഞ്ഞാണ് വിളിച്ചത്. എന്താണെന്നറിഞ്ഞല്ല, എന്താകുമെന്നറിഞ്ഞാണ് അവൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. നിൻ്റെ പാസ്റ്റ്, ഭൂതകാലത്തെ തൊടാൻ പറ്റാത്ത വിധത്തിൽ ദൈവം നിനക്ക് പുതിയതൊന്ന് ചെയ്തു തരാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ബൈബിൾ ശ്രദ്ധിച്ചാൽ, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അവരുടെ മുമ്പിൽ പൊക്കോണ്ടിരുന്ന ദൂതൻ ചെങ്കടലിൻ്റെ തീരമെത്തുമ്പോൾ മുമ്പിൽ പോയ ദൂതൻ പിതുക്കെ ആ ഇസ്രായേൽ ജനത്തിൻ്റെ ബാക്കിലേക്ക് മാറിയതായി ബൈബിൾ പറയുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 19-ാമത്തെ വചനം, മുന്നിൽ പോയ ദൂതൻ
പുറകിലേക്ക് വരുന്നു. എന്തിനാണ് പുറകിലേക്ക് ദൂതൻ വന്നത്? പുറകിൽ മിസ്രയീം സൈന്യം വരികയാണ്. മിസ്രയീം സൈന്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ പാസ്റ്റാണ്, ഭൂതകാലമാണ്, ഇന്നലകളാണ്. അവർ അടിമകളാക്കിയ കഥ, പരാജയപ്പെടുത്തിയ കഥ, ഇവരാരാണെന്നും ഇവരുടെ ബലം എന്താണെന്നും ഒക്കെ അറിയാവുന്നവരാണ് ഈ വരുന്നത്. പെട്ടെന്ന് സ്വർഗത്തിൻ്റെ ദൂതൻ, മുമ്പിൽ പൊയ്ക്കൊണ്ടിരുന്ന ദൂതൻ പുറകിലേക്ക് വന്നു. എന്തിന്? നിങ്ങൾക്കും മിസ്രയീമിനും ഇടയിൽ ദൂതൻ കയറി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്നലകളിലെ നിന്റെ പരാജയപ്പെടുത്തിയ പരാജയങ്ങൾക്കും നിനക്കും ഇടയിൽ ദൂതൻ കയറി നിൽക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രവചിച്ച് പറയാൻ പറയുന്നത്, എന്നെ കേൾക്കുന്ന ഒത്തിരി പേർ ഇന്നലകളിൽ നിന്നെ പരാജയപ്പെടുത്തിയത് വീണ്ടും വേട്ടയാടി തുടരെ വരുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്റ്റിനും നിനക്കും ഇടയിൽ ആ ദൂതൻ ഈ പകൽ വന്ന് നിൽക്കാൻ പോവുകയാണ്. ഈ രാത്രി നീ അത് അനുഭവിക്കാൻ പോവുകയാണ്. എന്തിനാണ് ദൂതൻ നിന്നാലുള്ള റിസൾട്ട്? ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നീ ഒരിക്കലും കാണത്തില്ല. ഇന്നുകൊണ്ട് ആ കാഴ്ച നിർത്തുവാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നിന്നെ ഭയപ്പെടുത്തിയത്, നിന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞത്, നിന്നെ നിലനിർത്തത്തില്ലെന്ന് പറഞ്ഞ പലതും ഇനി നിന്റെ കണ്ണിൽ കാണാതെ വണ്ണം കർത്താവിൻ്റെ ദൂതൻ ഇപ്പോൾ തന്നെ നിനക്ക് വേണ്ടി ആ സ്ഥലത്തിറങ്ങിയാണ്. നിന്നെയും നിന്റെ പ്രതികൂലത്തെയും നിന്റെ പ്രശ്നത്തെയും തമ്മിൽ വേർതിരിക്കുകയാണ്. വീണ്ടും ഞാൻ എടുത്ത പ്രൊഫറ്റിക്കൽ വേർഡ് ആവർത്തിക്കുകയാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് പറ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്തു. കമൻ്റ് ചെയ്താട്ട്, ഇതാ ഞാൻ പുതിയതൊന്ന് അവിടോട്ട് എഴുതിയിട്ടാട്ട്, ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതിയിട്ടാട്ട്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളുടെ പേരെഴുതിയിട്ട് വിളിച്ചു പറഞ്ഞാട്ട്, ഇത് ഇപ്പോൾ എനിക്ക് വേണ്ടി സംഭവിക്കാൻ പോകുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ എന്നെ കാണുന്ന ഡിസംബർ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഉള്ള ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവ് പുതിയതൊന്ന് ചെയ്യുന്നു. അപ്പോൾ തന്നെ നവംബർ മാസവുമായി ബന്ധപ്പെട്ടത് ചില 23, 27 ഒക്കെ ഡേറ്റുകളുമായി ബന്ധപ്പെട്ട ചില കുടുംബങ്ങൾക്ക് വേണ്ടി 2017 ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയമായി നിൽക്കുന്നവർ, ഇപ്പോൾ എന്നെ കാണുന്ന കൂട്ടത്തിൽ തോമസിൻ്റെ കുടുംബത്തിന് വേണ്ടി, ഇപ്പോൾ എന്നെ കാണുന്ന കൂട്ടത്തിൽ ലാലിയുടെ കുടുംബത്തിന് വേണ്ടി, എന്നെ ഇപ്പോൾ കാണുന്ന ചിലർക്ക് വേണ്ടി, നിന്നെ പരാജയപ്പെടുത്താൻ നിന്ന ആ പ്രശ്നത്തിനും നിനക്കും തമ്മിൽ ദൂതൻ ഇടയ്ക്കിറങ്ങി നിന്ന് ആ പാസ്റ്റിനെ ഇല്ലാതാക്കി കളയുന്നു, അനുഗ്രഹിക്കുന്നു. രോഗവും എവരും തമ്മിൽ ഇടയ്ക്ക് ദൂതനിറങ്ങട്ടെ. ശാപവും ഇവർക്കും ഇടയിൽ ദൂതനിറങ്ങട്ടെ. ദാരിദ്ര്യത്തിനും ഇവർക്കും ഇടയിൽ ദൂതനിറങ്ങട്ടെ. ഇന്നലകളിൽ തോൽപ്പിച്ച ഒന്നിനും ഇന്നു മുതൽ ഇവരുടെ മേൽ ഒരു സ്വാധീനമില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കാണുന്നവർ, നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായെങ്കിൽ ദയവായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇതിനകത്ത് നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതുക. ഞങ്ങളെ കാണുമ്പോൾ അത് ആ പ്രോത്സാഹനം, പ്രാർത്ഥനയൊക്കെ പറയുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ഈ സമയത്ത് തന്നെ കാണാൻ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.